നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരുത്തിക്കെങ്കിലും കൂസലുണ്ടോ നോക്കിക്കേ. ഈ 5 എണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുപോക്കണം. അറ്റ് ദിസ് വെരി മൂമെന്റ് ടേക്ക് അവേ ഫ്രം ഹിയർ. കുറച്ച് നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു. ഇവരുടെ പോക്ക് ശരിയല്ല. ലേറ്റായിട്ട് ഇവിടെ കയറി വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട്. ബട്ട് യെസ്റ്റർഡേ ഇറ്റ് വാസ് ദാറ്റ് മച്ച് എക്സ്ട്രീം. മെസ്സുകളിൽ ഇന്നലെ എന്തായിരുന്നു ബഹളം? ലെക്കും ലഗാനും ഇല്ലാതെ എന്താ അഴിഞ്ഞാട്ടായിരുന്നോ? ഇപ്പോഴൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്താ ഇവിടുമാർ വിചാരിച്ചിരിക്കുന്നേ? എന്തോ ആകാമെന്നോ? അതൊക്കെയാണ് വീട്ടിൽ. കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി കുറച്ചുകൂടെ ഓമനിച്ച് വളർത്ത്. ഇവിടെ വെച്ച് വേണ്ട. ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. തല്ലാനും ഗുണദോഷിക്കാനും ഞാൻ ആരുമല്ലല്ലോ. അങ്ങനെയൊന്നും പറയരുത്. അതൊരു കെട്ട ജന്മ. നന്നാവില്ല വാര്യർ സാറേ, നന്നാവില്ല. എനിക്കറിയാം. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും. ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാ, എന്ത് ലാളിച്ചു. ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല. കല്യാണം കഴിച്ച് അവനവന്റെ പിള്ളേരെ വളർത്തിയിരുന്നെങ്കിൽ ഈ പേര് ദോഷം വരുമായിരുന്നു. എനിക്ക് അവൾ ജീവന് ജീവൻ. കുളിരും പനിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട. ഒന്നി വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ വാരിഷാട്ടിന് അങ്ങോട്ട് ചെല്ല്. ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞേച്ച് മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ. വേണ്ട, ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ടെ. ചേട്ടത്തിന്റെ ഓരോ കടമ്പെടുത്തവും വാശിയും കാരണം എന്താ കുന്തം. ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖവുമാ അതായി ഇവിടെ കിടന്ന് ഉരുവുന്നത്. അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി. എന്നിട്ടിപ്പോ മീനാക്ഷി എവിടെ? അല്ല പിന്നെ പറയാതെ. ആ മീരക്കൊച്ചി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞത് നേരാണോ? എനിക്കറിയില്ല. ഓ, എന്നാ പോയെന്ന് അറിയരുതോ? എന്തോ ചോദിച്ചാലും കുന്തം വിളിങ്ങ് നിൽക്കും. കല്യാണക്കാര്യം ചോദിച്ചാ അവക്ക് ഇപ്പോഴും ചെവി കേക്കില്ല. പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. ഉണ്ണികൃഷ്ണനൊരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? മീനാക്ഷി. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ. മീനാക്ഷി കൂടെ കൊണ്ടുവരായിരുന്നു. ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ സമ്മതിക്കില്ലല്ലേ? അതുകൊണ്ടല്ല, മീനാക്ഷി ഒരുപാട് മാറിപ്പോയി. മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ. ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക. പെട്ടെന്ന് തനിച്ചായ മീരെ, എന്റെ കൂടെ വരാം എങ്ങോട്ടെങ്കിലും. ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ വളരെ വൈകിപ്പോയി ഉണ്ണി, വളരെ. മുമ്പ് ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം. സാറിനോട് ഞാൻ സംസാരിച്ചു നോക്കാം. ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും. പക്ഷേ ഒരക്ഷരം. വരൂ ഉണ്ണി. രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു. 3 മാസം ബോധമില്ലാതെ കിടന്നു. പിന്നെ ഈ കിടപ്പ. സംസാരിക്കില്ല. ഉള്ളിൽ ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം. അച്ഛാ,
ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടേതൊരു വല്ലാത്ത വിധിയാ. എന്നും മീനാക്ഷിയും അച്ഛനും നമുക്കിടയിൽ വിടാതെ, എങ്ങോട്ടും വിടാതെ. ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ. കോളേജിൽ പഠിക്കുന്നവരാന്നാ തോന്നുന്നേ. ആണിനെയും പെണ്ണിനെയും ഒന്നും കണ്ട തിരിച്ചറിയാൻ പറ്റത്തില്ല. ആരാ വഴി കാണിച്ചു കൊടുത്തേ? എപ്പോഴാ? കൊറേ നേരമായോ? പിന്നില്ലയോ? അവരൊക്കെ ഇവിടുന്ന് വരുന്ന ചേട്ടാ. എന്താ? അല്ല, വേഷവും പൗട്ടവും കണ്ട കളർ ടിവിന്ന് ഇറങ്ങി വരാനേ തോന്നൂ. ഇയാളോടെ പോവാ? ചൂണ്ടാൻ. എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറില്ല. സൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വരട്ടിയാ തലയൂരിയത്. ഞങ്ങൾ ഇപ്പൊ വിമൻസ് ക്ലബിന്റെ ഹോസ്റ്റലാ താമസം. താനും പോരെ. അതിനും മീനുന് നിർമ്മലാന്റിയുടെ കൂടെ താമസിക്കുന്നു. ഹലോ, ഇങ്ങോട്ട് വാ. ശകലം ബോധ്യേറ്റ് പോ. ബിജു വിട്ടുകളാ, നമുക്ക് തിരിച്ചു പോവാം. മീനിന്റെ ഒരു പേടി നോക്ക്. ഞണ്ട് കറി ഉണ്ടോ? ഞണ്ടും കരിമീനും തവളക്കാലും തരാം. ഇങ്ങോട്ട് കയറി വാ. അയ്യോ ദേ വേണ്ട കേട്ടോ, നമുക്ക് തിരിച്ചു പോവാം. വലിയ ഗമ അടിക്കുന്ന മീനിന്റെ മട്ട് മാറുന്നുണ്ടോ? ചേട്ടത്തിനെ പേടിച്ചാണെങ്കിൽ താൻ പോയിക്കോ, ഞങ്ങൾ കയറും. ട്രീസയുടെ ക്യാമറ ചലിക്കട്ടെ. എല്ലാവരും ഫ്രെയിമിൽ വേണം. അത് ബുദ്ധിമുട്ടാണ്. എന്നാ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. അയ്യടാ. ക്യാമറ ചലിച്ചു, മുന്നോട്ട് വരട്ടെ. ഇതവിടെ ഒരു കുഴിയുണ്ട്. കണ്ടു കുഴിയിൽ നിന്നും മോന്തയിലേക്ക് വരട്ടെ. നമുക്ക് തിരിച്ചു പോവാം. മോന്തയിൽ നിന്ന് ആടിലേക്ക് പോട്ടെ. ആടിൽ നിന്ന് ഷാപ്പിലേക്ക്, നേരെ ഷാപ്പിലേക്ക് പോട്ടെ. ഒന്ന് പെട്ടെന്ന് വേണം. കുറച്ചുകൂടി സ്പീഡിൽ വരാം. വരട്ടെ വരട്ടെ. അവിടെ നിൽക്കട്ടെ. നഗരത്തിലെ ചല്ല് ബാറല്ല ഇത്, കേരളത്തിന്റെ തനതായ ഷാപ്പാണ്. ഈ ചേട്ടനാണ് നമുക്ക് വേണ്ടി ബോർഡിലേക്ക് പോട്ടെ. ബോർഡില്ലേ? ഇനി ക്യാമറ വരട്ടെ. വരുന്നില്ല. Okay, I don't know. This is natural ring of Kerala with natural people. 1 minute, 1 minute, but naturally adulterated. Mean. ഇനി ബാക്കി ഭാഗം വെള്ളിത്തിരയിൽ. നല്ല കള്ള അടിച്ചു. ഹലോ, എവിടെന്നാ? ഇരുന്നാട്ടെ. പ്ലീസ് കം, നമുക്ക് പോവാന്നേ. ഒന്നും കഴിക്കുന്നില്ലേ? പ്ലീസ് നമുക്ക് പോവാം. പ്ലീസ് കം ഹിയർ, നമുക്ക് പോവാം. കള്ളു ഷാപ്പല്ലേ? അതേലോ, ഒരു 2 കുപ്പികൾ പോരട്ടെ. മീനാക്ഷി, എന്ത് തെമ്മാടിത്തരായി കാണിക്കണേ? എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഇത് നമ്മുടെ ഉണ്ണിയുടെ മകളല്ലയോ? പെണ്ണൊരുമ്പെട്ട മുടിയത്തേ ഉള്ള മുഖത്ത് നീ കരുതേക്കും അല്ലേ? വീട്ടിലേക്ക് വരാൻ, വീട്ടിലേക്ക് വരാൻ. മീനാക്ഷി, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഇവിടെ കൊല്ലുന്നത്. എവിടെയെങ്കിലും പോയി ചത്തുത്തല. എന്റെ കണ്ണിന്റെ മുമ്പ് കണ്ടതിനെ ചുട്ടി ചാമ്പലാക്കും. തനിക്ക് ചിലപ്പോ ഈശ്വരപിള്ളച്ചേട്ടന്റെ ബാധ കയറും. അല്ലാതെ ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയണ്ടേ? ഞാൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചു. തെറ്റ് ശരിയൊന്നുമല്ലല്ലോ ഭാര്യ സാറേ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്
ഞാനങ്ങനെ അപമാനിക്കരുതായിരുന്നു. വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് കയ്യും കാലും തല്ലൊടിച്ചാലും സഹിക്കും. ജീവിക്കണ്ടെന്ന് കരുതി എന്തെങ്കിലും ചെയ്തു കളയോ വാരി സാറേ? പ്രായം അതല്ലേ, മാനക്കേടും സങ്കടവും കാരണം എന്റെ ഈശ്വര ഒന്നും വരുത്തല്ലേ. മിണ്ടാതിരിക്കെ. ഷാപ്പിൽ കയറാൻ ധൈര്യം കാണിച്ച ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. അവളിപ്പോ ഡോക്ടറുടെ അവിടെ